നമസ്കാരം. പാകിസ്ഥാനിൽ നിന്നുന്ന പുതിയ വാർത്ത എങ്ങനെയാണ് സ്വേച്ഛാധിപത്യത്തെ ഒരു കൺസെൻറ്റിലൂടെ ജനങ്ങളുടെ അംഗീകാരത്തിലൂടെ സ്ഥാപിച്ചെടുക്കുക എന്നതിൻ്റെ പുതിയ പാഠമാണ്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ അവരുടെ ഭരണഘടനാ ഭേദഗതി 27ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കി പാകിസ്ഥാനിലെ സുപ്രീം കോടതിയുടെ കഴുത്ത് വെട്ടി. സുപ്രീം കോടതിക്ക് ഇനി മുതൽ ക്രിമിനൽ സിവിൽ കേസുകളിൽ മാത്രമാണ് വ്യാഖ്യാനിക്കാനും പുനഃവ്യാഖ്യാനം നടത്താനും വിധി പറയാനുമൊക്കെയുള്ള അധികാരമുള്ളത്. ഭരണഘടനാ സംബന്ധമായ എല്ലാ കാര്യങ്ങളുടെയും ആത്യന്തികമായിട്ടുള്ള വിധി എന്ന് പറയുന്നത് ഫെഡറൽ കോടതി തീരുമാനിക്കും. ആ ഫെഡറൽ കോടതി ആദ്യം തീരുമാനിച്ചത് അസീം മുനീർ എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ പട്ടാള മേധാവിയെ സർവ്വസൈന്യാധിപനും അതുപോലെ പാകിസ്ഥാൻ്റെ സർവശക്തനുമായിട്ട് നേതാവായിട്ട് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ഇനിയെല്ലാം അസീം മുനീർ തീരുമാനിക്കും എന്നതാണ് ആ ഭേദഗതിയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന സുപ്രീം കോടതി എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവിന് കീഴിലാവുന്നൊരു അസാധാരണമായിട്ടുള്ള സംഭവം നടക്കുന്നു എന്നുള്ളതാണ്. എക്സിക്യൂട്ടീവ് തീരുമാനിക്കും, അതിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കേണ്ട, വിധി പ്രസ്താവിക്കേണ്ട ഒരു സംഭവമാണ് സുപ്രീം കോടതി എന്ന് പാകിസ്ഥാൻ ലോകത്തെ പഠിപ്പിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പാകിസ്ഥാനിൽ ജഡ്ജിമാരുടെ കൂട്ടരാജി നടക്കുകയാണ് ചെയ്യുന്നത്. എത്ര പേർ രാജിവെക്കും എന്നുള്ളത് നമുക്കിപ്പോൾ അറിയില്ല, പക്ഷേ അവർ രാജിവെച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അവർ രാജിവെക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്, ഇത് ഭരണഘടനയെ അപമാനിക്കലും അപഹസിക്കലും അപകീർത്തിപ്പെടുത്തലുമാണ് എന്നുള്ള കാര്യം. അത് അവരുടെ ഒരു വാർത്ത മാത്രമാണ്. നമ്മൾ പുറത്തിരുന്ന് ഇന്ത്യയിലിരുന്ന് ഈ വാർത്ത വായിക്കുമ്പോൾ നമ്മൾ എന്താണ് അതിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കേണ്ടത്? പാകിസ്ഥാൻ പല ഘട്ടങ്ങളിലും പട്ടാള മേധാവികളുടെ അല്ലെങ്കിൽ സൈന്യാധിപന്മാരുടെ കീഴിൽ പട്ടാള ഭരണകൂടമായി മാറിയിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും ഒരേ സമയത്താണ് ജനാധിപത്യ പ്രക്രിയയിലേക്ക് വരുന്നത്, സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നത്. പക്ഷേ ഇന്ത്യ ജനാധിപത്യം കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി നിരന്തരമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും ഒരിക്കൽ മാത്രം 1975 ജൂണിൽ ഇന്ത്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാലഘട്ടത്തിൽ മാത്രമാണ് ഇന്ത്യക്ക് ജനാധിപത്യം എന്ന് പറയുന്നത് കുഴിച്ചു മൂടപ്പെടേണ്ടതായിട്ട് വന്നു. പക്ഷേ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനും ജനാധിപത്യ പാതയിലൂടെ സഞ്ചരിക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ പാകിസ്ഥാൻ നിരവധി ഘട്ടങ്ങളിൽ പട്ടാള ഭരണകൂടത്തിൻ്റെ കീഴിൽ അമർന്നു പോവുകയാണ് ചെയ്തത്. പലപ്പോഴും അവിടെ പട്ടാള കുതേത്ത എന്ന് പറഞ്ഞാൽ പട്ടാള അട്ടിമറി, അതിലൂടെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ പുറത്താക്കുകയാണ് ചെയ്തത്. എന്നാൽ അതത്ര ശരിയല്ല എന്ന് മനസ്സിലാക്കപ്പെട്ടതുകൊണ്ട് പുതിയ കാലത്ത് പുതിയ രീതി അവർ സ്വീകരിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ആ രീതി കൺസെൻറ്റോടുകൂടി, അനുമതിയോടുകൂടി, സമൂഹത്തിൻ്റെ അനുമതിയോടുകൂടി തന്നെ പട്ടാള മേധാവിയെ സർവാധിപതിയായിട്ട് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. അവിടെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ സർവാധിപതി ആരാണ്? ഈ സർവാധിപതി അമേരിക്കയുടെ ഒരു പാവം മാത്രമാണ്. ട്രംപ് പറയുന്നത് മാത്രം ചെയ്യുന്ന, ട്രംപ് പറയുന്നതിനനുസരിച്ച് ചലിക്കുന്ന ഒരു പ്രസിഡൻ്റാണ്, അതിൽ ഒരു പട്ടാള മേധാവിയാണ് അസീം മുനീർ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ അസീം മുനീറിനെ മാറ്റിയെടുത്തതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ നേരത്തെ പല ദിവസങ്ങളും കണ്ടിരുന്നതാണ്. ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയെ ക്ഷണിച്ച് വിരുന്ന് കൊടുക്കുന്നതിന് പകരം ട്രംപ് വഴിയെ പോയ അസീം മുനീറിനെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ അടുക്കളയിൽ കയറ്റി അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്ത വാർത്ത നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വായിച്ചതാണ്. ഇന്ത്യയോടുള്ള ശത്രുത തീർക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കെതിരെ അതിൻ്റെ ഒരു പാവ ഭരണകൂടമായിട്ട് അല്ലെങ്കിൽ അമേരിക്കയുടെ കോളനി പോലെയായിട്ട് പാകിസ്ഥാനെ മാറ്റിയെടുക്കുന്ന ഒരു പ്രക്രിയ ഒരു വശത്തൂടെ നടക്കുന്നുണ്ട്. രണ്ടാമത് പാകിസ്ഥാനിലെ ഭരണകൂടം എന്ന് പറയുന്നത് പട്ടാള ഭരണകൂടമായിട്ട് മാറ്റി തീർക്കുന്നൊരു പ്രക്രിയയാണ് നടന്നിരിക്കുന്നത്. ഇത് ഭരണഘടനയുടെ 27ാം ഭേദഗതിയിലൂടെ നിർവഹിക്കപ്പെട്ട സംഭവമാണ് എന്ന കാര്യമാണ് നാം തിരിച്ചറിയേണ്ടത്. ഇതിലേറ്റവും വലിയ അപകടം, ലോകത്ത് ജനാധിപത്യം എന്ന് പറയുന്നത് അപകടത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ പാകിസ്ഥാനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇന്ത്യയിലും ഇതിനുള്ള പല സൂചനകളും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്കറിയാം. ബാബറി മസ്ജിദ് സംബന്ധവുമായി ബന്ധപ്പെട്ട് ജഡ്ജിമാരെടുത്തിരുന്നതായിട്ടുള്ള വിധി എന്ന് പറയുന്നത് കേന്ദ്ര ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിൻ്റെ തീരുമാനം നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ സുപ്രീം കോടതിയുടെ എക്സിക്യൂട്ടീവിനെ വിധേയമാക്കുക, സുപ്രീം കോടതി എക്സിക്യൂട്ടീവിനെ വിധേയമാക്കുന്ന പ്രക്രിയ പറയാതെ അല്ലെങ്കിൽ അറിയാതെ ആരെയും അറിയിക്കാതെ ചെയ്യുന്ന ഒരു സംവിധാനം ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് പല ഘട്ടങ്ങളിലും നമ്മൾ പറയാറുണ്ട്, ഇന്ത്യയിൽ
എന്താണ് അപ്രഖ്യാപിതമായിട്ടുള്ള അടിയന്തരാവസ്ഥയുടെ പ്രവർത്തനം നടക്കുന്നു എന്നുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സർക്കാരിൻ്റെ എക്സിക്യൂട്ടീവിൻ്റെ ആവശ്യപ്രകാരം പ്രവർത്തിക്കുന്ന മെഷീനാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ്. അതാണ് വോട്ട് ചോരി എന്ന് പറയുന്നതായിട്ടുള്ള സംഭവവികാസത്തിന് പിന്നിലുള്ളത്. അങ്ങനെ ആരോപണങ്ങൾ വരുന്ന സമയത്ത് ആരോപണങ്ങളെ തടയുന്നതിന് പ്രതിരോധിക്കുന്നതിന് ഭരണകൂടത്തിന് സഹായകരമായിട്ടുള്ള നിലപാടെടുക്കുന്ന സംവിധാനമായിട്ട് എന്തുകൊണ്ട് ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ മാറി എന്ന് ചോദിച്ചാൽ ഇത് ലോകത്തിൻ്റെ പൊതു സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാകിസ്ഥാൻ കുറേ കൂടി വ്യക്തവും സ്പഷ്ടവുമായിട്ടുള്ള രീതിയിൽ സർവാധിപത്യത്തിന് അംഗീകാരം കൊടുക്കുന്ന ഒരു രീതിശാസ്ത്രം നമ്മുടെ മുന്നിൽ വെച്ചു. ഇന്ത്യ അതിനനുസൃതമായ രീതിയിലോ അതിനോട് ഉപോത്ബലകമായിട്ടുള്ള രീതിയിലോ പ്രവർത്തിക്കുന്ന രീതികൾ മോദി സർക്കാരിൻ്റെ ഭാഗത്ത് നമ്മൾ കാണുന്നത്. നരേന്ദ്രമോദി എന്ന് പറയുന്നത് എല്ലാ അധികാരത്തിൻ്റെയും ഒരു കേന്ദ്രബിന്ദുവായി നിൽക്കുന്നു എന്നത് BJP പറഞ്ഞും പറയാതെയും നമ്മളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല അവരുടെ അജണ്ടയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ മൊത്തം മാറ്റി അത് പ്രസിഡൻഷ്യൽ രീതിയിലാക്കി മാറ്റി തീർക്കണം, അമേരിക്കൻ പ്രസിഡൻഷ്യൽ രീതി എന്ന് പറയുന്നതിൽ ഇന്ത്യയിൽ കൊണ്ടുവരണം എന്ന് പറയുന്ന ഒരു ആഗ്രഹം വെച്ച് പുലർത്തുന്ന പാർട്ടിയാണ് BJP എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ വരുന്നതോടുകൂടി ഇവിടെയും ജനാധിപത്യം അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. പാകിസ്ഥാൻ നൽകുന്ന ഈ സൂചന വളരെ അപകടകരമായിട്ടുള്ളൊരു ഡേഞ്ചർ ലൈറ്റ് തന്നെയാണ്. ഇത് ലോകത്തെല്ലായിടത്തും മിക്കവാറും നിർമ്മിക്കപ്പെടാൻ പോകുന്നതായിട്ടുള്ള സ്വേച്ഛാധിപത്യത്തിൻ്റെ ഒരു പതിപ്പായിട്ട് നമുക്ക് കണക്കാക്കേണ്ടതാണ്. ആ അപകടം തിരിച്ചറിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്.